പത്തനംതിട്ട കലഞ്ഞൂരിൽ പട്ടാപ്പകൽ ബൈക്ക് മോഷണം. ഇന്നലെ ഉച്ചയ്ക്ക് 12:30യോടെയാണ് മോഷണം നടന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈക്കിന്റെ ഉടമ ശ്രീകുമാർ കൂടൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. നിതിൻ തോമസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, വളരെ ക്ലിയർ ആയി ആരാണ്, മുഖമൊക്കെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ആൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞോ? ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഒരാളെ തിരിച്ചറിയാമെന്നുണ്ട്. എന്നാൽ പോലീസിന് ഇതുവരെയായിട്ടും ഇദ്ദേഹം ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ബൈക്കിന്റെ ഉടമ ശ്രീകുമാർ എന്തായാലും കൂടൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ ഇപ്പോൾ അന്വേഷണം നടന്നു വരികയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30യോട് കൂടിയിട്ടാണ് ഈ കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രത്തിന് മുൻപിൽ വെച്ച് ഇത്തരത്തിലൊരു മോഷണം നടന്നത്. കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു കട നടത്തുന്ന വ്യക്തിയാണ് ഈ ശ്രീകുമാർ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ബൈക്ക് കടയുടെ മുന്നിലേക്ക് വെക്കുന്നു. അദ്ദേഹത്തിന്റെ കടയുടെ മുന്നിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കടയുടെ മുന്നിലേക്ക് വെക്കുന്നു, കടയിലേക്ക് കയറുന്നു. ഉടനെ തന്നെ ഒരാൾ വരുന്നു, ആദ്യം ബൈക്കിൽ ചാരിയിരിക്കുന്നു, പിന്നീട് കയറിയിരിക്കുന്നു, ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നു. ഇതാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് പട്ടാപ്പകൽ 12:30 ഇത്തരത്തിലൊരു സംഭവം കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ ഇത്രയും ആൾത്തിരക്കുള്ള സ്ഥലത്ത് നടന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിന്റെ കടയോട് ചേർന്നൊരു അക്ഷയ സെന്റർ ഉണ്ട്. ഈ അക്ഷയ സെന്ററിലും ഒക്കെ നിറയെ ആളുകൾ വരുന്നതാണ്. അപ്പോൾ ഇത്രയും പട്ടാപ്പകൽ ഒരു സംഭവം നടന്നു എന്നുള്ളതാണ് ഇതിൽ എന്തായാലും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്.